2026 ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് പോകും മുമ്പേ നോക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സാണിന്ന്. ഇന്ത്യയിലെ സുപ്രധാന നിയമങ്ങൾ പഠിക്കാതെ ഒരു പരീക്ഷയ്ക്ക് പോലും പോകരുത്. അപ്പോൾ ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദവികൾ പരീക്ഷയ്ക്ക് കയറും മുമ്പേ നോക്കേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫേഴ്സാണ്. ഈ ഒരു ക്ലാസ് മുഴുവനായിട്ടും കേൾക്കുകയാണെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് 1-2 മാർക്ക് പരീക്ഷയ്ക്ക് കിട്ടിയിരിക്കും. അപ്പോൾ നമുക്ക് സുപ്രധാന പദവികളിലേക്ക് പോകാം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. നിലവിലെ ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ്. 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് സൂര്യകാന്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ അല്ലെങ്കിൽ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് ചോദിക്കും. അതേപോലെ തന്നെ 53ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ് എന്ന രീതിയിലും ചോദിക്കും. സൂര്യകാന്താണ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. നിലവിലെ രാഷ്ട്രപതി എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും ആഡ് ചെയ്തതാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനാണ് നിലവിലെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത്. അടുത്തത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് നിലവിലെ വിദേശകാര്യ സെക്രട്ടറി. വിക്രം മിശ്രിയാണ് വിദേശകാര്യ സെക്രട്ടറി. അടുത്തത് ഈ ഭാഗം നിങ്ങൾ പഠിച്ചിരിക്കുക. ഈ 3 പദവികൾ വിവരാവകാശം, തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, മനുഷ്യാവകാശ കമ്മീഷണർ. PSCക്ക് ഒരുപാട് ഇഷ്ടമുള്ള 3 പദവികളാണ് ഇത് 3. മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത് ആരാണ്? രാജ്കുമാർ ഗോയലാണ്. രാജ്കുമാർ ഗോയലാണ് ഇന്ത്യയുടെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. അടുത്ത പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഇതിൽ 3-ൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും. എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറാണ്. മനുഷ്യാവകാശ കമ്മീഷണർ ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യമാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയൽ, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ, മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ്? ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യനാണ്. ക്ലിയർ ആണല്ലോ? ഈ 3 പദവികളും ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ കേട്ട് പഠിച്ചുകൊള്ളുക. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ. വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ ആരാണ്? വിജയ കിഷോർ രഹത്കർ ആണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ. അങ്ങനെയാണെങ്കിൽ ക്ലാസ് കേൾക്കുന്നവർ സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ, കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ നിലവിൽ ആരാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ ആണ്. അടുത്തത് പട്ടികജാതി കമ്മീഷൻ ചെയർമാനും അതുപോലെ പട്ടികവർഗ കമ്മീഷൻ ചെയർമാനും അറിഞ്ഞിരിക്കണം. പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാനയാണ്. കിഷോർ മക്വാനയാണ് പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ. പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യയാണ്. അന്തർ സിംഗ് ആര്യയാണ് പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ. അടുത്തത് UPSC ചെയർമാൻ. UPSC ചെയർമാൻ ഡോക്ടർ അജയ് കുമാറാണ്. സംസ്ഥാന PSC ചെയർമാൻ ആരാണ്? MR ബൈജു ആണ്. UPSC ചെയർമാൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ അജയ് കുമാറാണ്. ISRO ചെയർമാൻ V നാരായണനാണ് നിലവിലെ ISROയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. അതുപോലെ RBI ഗവർണർ. ഈ RBI ഗവർണർ എക്കണോമിക്സ് പഠിക്കുമ്പോഴും കൂടെ നിങ്ങളത് നമുക്കറിയാലോ, ഡിഗ്രി പ്രിലിംസിന് ഓരോ ടോപ്പിക്കിൻ്റെയും ഓരോ സബ്ജക്റ്റിൻ്റെയും റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ചോദിക്കുമെന്നാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എക്കണോമിക്സിൽ നമുക്ക് RBI അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്തു നിന്നുള്ള കറണ്ട് അഫേഴ്സ് ആയിട്ട് ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നിലവിലെ റിസർവ് ബാങ്കിൻ്റെ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് നിലവിലെ ഗവർണർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അതേപോലെ തന്നെ നബാർഡ്, ഈ ഭാഗമൊക്കെ ബാങ്ക്, സെബി, നബാർഡ് ഇതെല്ലാം എക്കണോമിക്സിൽ നിന്ന് നിങ്ങൾക്ക് നിലവിലെ കറണ്ട് അഫേഴ്സ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നബാർഡിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് നിലവിലെ ഷാജി KV ആണ്. നബാർഡ് ചെയർമാൻ ഷാജി KV ആണ്. അതുപോലെ സെബിയുടെ നിലവിലെ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെയാണ് നിലവിലെ സെബിയുടെ ചെയർമാൻ. തുഹിൻ കാന്ത പാണ്ഡെ. ക്ലിയർ ആണല്ലോ? അപ്പോൾ RBI, നബാർഡ്, സെബി ഇത് 3 അറിഞ്ഞിരിക്കുക. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് രാജ്യസഭയുടെയും ലോകസഭയുടെയും പ്രതിപക്ഷ നേതാവിനെ പഠിച്ചിരിക്കുക. അപ്പോൾ ഈ ക്ലാസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുത്ത കറണ്ട് അഫേഴ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയാണ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്. ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്.
ഒക്കെയാണല്ലോ. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അടുത്തത് നോക്കാം. അതുപോലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് നിലവിലെ ലോക്സഭാ സ്പീക്കർ. ഇതിപ്പം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, അറിഞ്ഞിരിക്കുക. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹനാണ്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എസ് ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? എസ് ഇക്ബാൽ സിംഗ് ലാൽപുര. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ തൃപ്തി ഗുർഹയാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. നിയമ കമ്മീഷൻ ചെയർമാൻ ദിനേശ് മഹേശ്വരിയാണ്. നിലവിലെ നിയമ കമ്മീഷൻ ചെയർമാൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഈ ക്ലാസ്സിൽ കേൾക്കുന്ന പദവികൾ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് 1 മാർക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്ത് ഉറപ്പാണ്. നിയമ കമ്മീഷൻ ചെയർമാൻ ദിനേശ് മഹേശ്വരിയാണ്. ദേശീയ ഭിന്നശേഷി വകുപ്പ് ചീഫ് കമ്മീഷണർ രാജേഷ് അഗർവാളാണ്. ദേശീയ ഭിന്നശേഷി വകുപ്പ് ചീഫ് കമ്മീഷണർ എന്ന് പറയുന്നത് രാജേഷ് അഗർവാൾ. നിയമ കമ്മീഷൻ ചെയർമാൻ ദിനേശ് മഹേശ്വരി, ഭിന്നശേഷി വകുപ്പ് ചീഫ് കമ്മീഷണർ രാജേഷ് അഗർവാൾ. അതുപോലെ റെയിൽവേ ബോർഡ് ചെയർപേഴ്സൺ, റെയിൽവേ ബോർഡിൻ്റെ ചെയർപേഴ്സണും സിഇഒയും സതീഷ് കുമാറാണ്. റെയിൽവേ ബോർഡ് ചെയർപേഴ്സൺ ആൻഡ് സിഇഒ സതീഷ് കുമാറാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 25 സുപ്രധാന പദവികളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ക്ലാസ്സിൻ്റെ PDF നോട്ട് ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ PDF നോട്ടിന് വേണ്ടി ടെലിഗ്രാം ചാനലിൽ അംഗമാവുക. ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തേക്കാം. എല്ലാവരും ജോയിൻ ചെയ്യുക, നല്ലതുപോലെ പഠിക്കുക. എക്സാം അടുത്തു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.